നീ എൻ സ്വന്തം ഭാഗം 56. എടാ, അതല്ല, നിന്റെ അച്ഛൻ. എനിക്ക് മനസ്സിലായി റോയ്, അച്ഛൻ ഇതിലിടപെട്ടു അല്ലേ? പക്ഷേ കാര്യാക്കണ്ട. SRD ഗ്രൂപ്പ് ഇതിൽ നിന്ന് പിന്മാറിയാലും SS ഗ്രൂപ്പ് ഇതിൽ നിന്ന് പിന്മാറില്ല. അത് അച്ഛൻ ആരോട് പറയും? SRD ഗ്രൂപ്പിനോട് പിന്മാറാൻ പറഞ്ഞതുപോലെ SS ഗ്രൂപ്പിനോട് പിന്മാറാൻ പറയാൻ അച്ഛന് പറ്റില്ലല്ലോ. SS ഗ്രൂപ്പിലെ ആരെ കാണാനായിരിക്കും അച്ഛൻ സംസാരിക്കാൻ പോകുന്നത്? എന്തായാലും നമുക്ക് നോക്കാം. SRD ഗ്രൂപ്പ് എന്തായാലും ഈ ബിസിനസ് ഡീലിൽ നിന്നും പിന്മാറുകയാണ്. അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം. ഇല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അവിടെ ഒരു സ്വസ്ഥതയും കൊടുക്കില്ല. ഞാൻ തിരിച്ച് എത്തുന്നത് വരെ എൻ്റെ അമ്മയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി മാത്രം SRD ഗ്രൂപ്പ് ഈ ടെൻഡറിൽ നിന്നും പിന്മാറുന്നു. പക്ഷേ SS ഗ്രൂപ്പ് ഈ ടെൻഡർ പിടിച്ചിരിക്കും. അത് നമുക്ക് കിട്ടിയിരിക്കണം. കേട്ടല്ലോ റോയ്? ശ്രീദേവ് ശക്തമായി തന്നെ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഡിസ്പ്ലേയിലെ നമ്പർ കണ്ടതും അവൻ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു. അച്ഛനാണ് അല്ലേ? അത് കണ്ടതും വിശ്വം ചോദിച്ചു. അതെ എന്ന് പറഞ്ഞ് ശ്രീദേവ് ഫോൺ എടുത്തു. ശ്രീദേവ്, SRD ഗ്രൂപ്പ് ആ ടെൻഡറിൽ പങ്കെടുക്കുന്നുണ്ടെന്നറിഞ്ഞു? അച്ഛൻ ചോദിച്ചു. ഞാൻ അതിൽ നിന്നും നേരത്തെ പിന്മാറിയിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് താല്പര്യമില്ല, അവൻ പറഞ്ഞു. അച്ഛൻ പങ്കെടുക്കുന്നുണ്ടോ ആ ടെൻഡറിൽ? ശ്രീദേവ് ചോദിച്ചു. അച്ഛനെ അവൻ കളിയാക്കുന്നതാണെന്ന് തോന്നിയതും റോയും ശങ്കറും വിശ്വവും പരസ്പരം നോക്കി. റോയ് നിന്നോട് ഒന്നും പറഞ്ഞില്ലേ? അച്ഛൻ ചോദിച്ചു. ഇല്ല, ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ഷൂട്ടിങ്ങിൽ ചെറിയൊരു പരിക്ക് പറ്റി. ഞാനതുകൊണ്ട് റെസ്റ്റിലാണ്. അവൻ എന്നെ കാണാൻ വന്നിട്ടില്ല. അച്ഛൻ എന്നോട് പറയാൻ എന്തെങ്കിലും കാര്യം അവനെ ഏൽപ്പിച്ചിരുന്നോ? ശ്രീദേവ് ചോദിച്ചു. ഞാൻ നിങ്ങൾ ആ ടെൻഡറിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നറിയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെയോ? എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. SRD ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു ടെൻഡറിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് റോയ് അറിയണമല്ലോ. ശ്രീദേവ് പറഞ്ഞതും റോയ് അവനെ അവിടെ നിന്ന് നോക്കി. അവൻ്റെ നോട്ടം കണ്ട് വിശ്വത്തിനും ശങ്കറിനും ശ്രീദേവിനും ചിരി വരുന്നുണ്ടായിരുന്നു. നീ അതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല, അതെല്ലാം നീയാണ് നോക്കുന്നത് എന്നാണ് അവൻ പറഞ്ഞത്. അത് ശരിയാണ് അവൻ പറഞ്ഞത്. എൻ്റെ ബിസിനസ് കാര്യങ്ങളിലെല്ലാം ഞാൻ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിൽ ഞാൻ ആരെയും കൈകടത്താറില്ല. അതിപ്പോൾ കൂട്ടുകാരായാലും ശരി, ആരാണെങ്കിലും ശരി. ശ്രീദേവ് അല്പം ഊന്നിയാണ് പറഞ്ഞത്. ബിസിനസ് വേറെ, കുടുംബം വേറെ. ബിസിനസ് കാര്യങ്ങളിൽ ഞാൻ കുടുംബകാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്ഷിപ്പും ഒന്നും ഉൾപ്പെടുത്താറില്ല, ശ്രീദേവ് പറഞ്ഞു. നിനക്ക് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ? വിഷയം മാറ്റാനായി ശ്രീദേവിൻ്റെ അച്ഛൻ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാൻ ഓക്കെയാണ്. എന്തായാലും 2-3 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നീ എവിടെയാണ്? വില്ലയിലാണോ? അച്ഛൻ ചോദിച്ചു. അല്ല, ഞാനും ശരണിയും ഇപ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ തറവാട്ടിലാണ്. ഇങ്ങനെയല്ലേ ഇടയ്ക്കെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റൂ. അവരും പ്രായമായി വരുന്ന ആളുകളല്ലേ, ഞങ്ങളെ കാണണമെന്നുണ്ടാകും. മകളെ കാണാൻ കിട്ടുന്നില്ല, കൊച്ചുമക്കളെയെങ്കിലും കാണട്ടെ, ശ്രീദേവ് പറഞ്ഞു. അത് തന്നെ അർത്ഥം വെച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായതും എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്യാൻ പോയതും, അച്ഛാ, ആ ഗ്ലോബൽ മീറ്റിൻ്റെ ആ ടെൻഡറിൽ ചന്ദ്രമൗലി ഗ്രൂപ്പ് പങ്കെടുക്കുന്നുണ്ടോ? ശ്രീദേവ് ചോദിച്ചു. അത് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓ, അപ്പോൾ അതിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അച്ഛൻ വിളിച്ചതാണ് അല്ലേ? ഞാൻ അതിൽ നിന്ന് പിന്മാറാനാണോ അച്ഛൻ എന്നെ വിളിച്ചത്? ശ്രീദേവ് ചോദിച്ചു. അങ്ങനെയല്ല, നീ ഷൂട്ടിങ്ങും കാര്യങ്ങളുമായിട്ട് തിരക്കാണല്ലോ. അതിനിടയിൽ അത്രയും വലിയൊരു ടെൻഡർ പിടിച്ചാൽ നന്നായി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നിന്റെ ബിസിനസ്സിനെ, നിന്റെ പേരിനെ അത് ബാധിക്കും എന്ന് തോന്നിയത് കൊണ്ട് അത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്, അച്ഛൻ പറഞ്ഞു. അതെയോ? ആ പിന്നെ അച്ഛാ, എന്നെ വിളിച്ച് അച്ഛനെ ഇങ്ങനെ ചോദിക്കാൻ പറ്റൂ. പക്ഷേ SS ഗ്രൂപ്പിനെ എന്ത് ചെയ്യും? അവർ ആ ടെൻഡറിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവർ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ പല ഗ്രൂപ്പുകളും അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. കാരണം SS ഗ്രൂപ്പ് ടെൻഡറിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മറ്റാരും പങ്കെടുത്തിട്ട് കാര്യമില്ല. സത്യത്തിൽ അവർ ആ ടെൻഡറിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും ഒരു കൈ നോക്കിയേനെ, ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ആ നിമിഷം തന്നെ റോയുടെ ഫോൺ റിങ് ചെയ്തു. നോക്കിയപ്പോൾ ശ്രീദേവിൻ്റെ അച്ഛനാണ്. റോയ് ശ്രീദേവിനെ ഒന്ന് നോക്കി. അച്ഛനാണ് അല്ലേ? എടുത്തോ, ശ്രീദേവ് പറഞ്ഞു. ഫോൺ എടുത്തതും
നീ ശ്രീദേവിനെ കണ്ടായിരുന്നോ റോയ്? അച്ഛൻ ചോദിച്ചു. ഇല്ല, ശ്രീദേവിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. എന്നാ ഞാൻ വിളിച്ച കാര്യം അവനോട് പറയണ്ട. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ വിളിച്ച് ചോദിച്ച കാര്യങ്ങളൊന്നും അവനോട് പറയണ്ട. അത് അവന് വിഷമാകും, ശ്രീദേവിൻ്റെ അച്ഛൻ പറഞ്ഞു. അവന് അങ്കിൾ ആ ടെൻഡറിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞ കാര്യം കേട്ടാൽ മാത്രമേ വിഷമാകൂ, അല്ലാതെ ഒരു കാര്യത്തിലും വിഷമമാവില്ല. സത്യത്തിൽ അവൻ ബിസിനസ്സിൽ വിജയിക്കണമെന്നും മുന്നേറണമെന്നും അങ്കിൾ ആഗ്രഹിക്കുന്നില്ലേ? സാധാരണ മക്കൾ ബിസിനസ്സിലും അവരുടെ ജോലിയിലും എല്ലാം മുന്നേറണം എന്നാണ് എല്ലാ പാരൻസും ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്കിൾ എന്തുകൊണ്ടാണ് അവന് കിട്ടുമെന്ന് ഉറപ്പുള്ള ടെൻഡർ പോലും അവനിൽ നിന്നും തട്ടിയെടുക്കാനായി നോക്കുന്നത്? റോയ് ചോദിച്ചു. അങ്ങനെയല്ല റോയ്, ചന്ദ്രമൗലി ഗ്രൂപ്പിന് കിട്ടിയാലും ശ്രീദേവിന് കിട്ടുന്നത് പോലെ തന്നെയാണല്ലോ. അവൻ്റെ ഫാമിലി തന്നെയാണല്ലോ അത്, ശ്രീദേവിൻ്റെ അച്ഛൻ പറഞ്ഞു. അതെങ്ങനെ അങ്കിൾ ശരിയാവുന്നത്? ചന്ദ്രമൗലി ഗ്രൂപ്പ് അച്ഛൻ്റെ സഹോദരി ഭർത്താവും അച്ഛൻ്റെ സഹോദരങ്ങളും നോക്കി നടത്തുന്നതല്ലേ. ലാഭം കിട്ടിയാലും നഷ്ടം വന്നാലും എല്ലാം അവർ തന്നെയാണ് അനുഭവിക്കുന്നത്. അല്ലാതെ ശ്രീദേവിനോ ശരണ്യയ്ക്കോ ഒന്നും അതിൽ നിന്നും ഒരു പങ്കും കിട്ടാറില്ല. പിന്നെ അതിൻ്റെ ആവശ്യം അവർക്ക് രണ്ടുപേർക്കും ഇല്ല. അവൻ അതിനേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നുണ്ട്. അവരുടെ ഒന്നും ശ്രീദേവ് കണ്ണുവയ്ക്കാറില്ല. പക്ഷേ അവൻ്റെ ബിസിനസ്സുകളും അവൻ്റെ വളർച്ചയും അവരാണ് കണ്ണുവയ്ക്കുന്നത്. എന്തായാലും അവർക്ക് കിട്ടേണ്ട ടെൻഡർ ആണെങ്കിൽ അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിന് അങ്കിളെന്നല്ല ആര് വിചാരിച്ചാലും കാര്യമില്ല, റോയ് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എടാ, അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അത്രമാത്രം പ്രഷർ കൊടുക്കുന്നുണ്ടാവും അമ്മയ്ക്കും അച്ഛനും അവർ, ശ്രീദേവ് പറഞ്ഞു. എന്നിട്ടും എന്തിനാടാ അവിടെ അദ്ദേഹം നിൽക്കുന്നത്? അദ്ദേഹത്തിന് അവിടെ നിന്നും പോകാൻ പാടില്ലേ? എത്ര വീടുകൾ നിങ്ങൾക്ക് ഹൈദരാബാദ് ഉണ്ട്, അല്ലെങ്കിൽ വില്ലകളുണ്ട്, ഫ്ലാറ്റുണ്ട്. അതിലേതെങ്കിലും അദ്ദേഹത്തിന് അമ്മയെയും ശരണിയും കൊണ്ടുവന്ന് നിൽക്കാൻ പാടില്ലേ? ഇപ്പോഴും എല്ലാവരും ഒരുമിച്ച് വേണമെന്നുള്ള ദാദയുടെ വാശിയിലാണ്. എന്തിന് ഇങ്ങനെ നിൽക്കുന്നത്? എന്നിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? എല്ലാം ചന്ദ്രമൗലി ഗ്രൂപ്പിന് കിട്ടണം എന്നുള്ള വാശി. എന്നാൽ അത് കിട്ടുന്നുണ്ടോ? ഇല്ലതാനും. അത് വളർച്ചയിലേക്കല്ല താഴ്ചയിലേക്കാണ് കോപ്പുകുത്തുന്നത് എന്ന് അദ്ദേഹം അറിയുന്നില്ലല്ലോ. ആവശ്യമില്ലാത്ത എല്ലാ ബിസിനസ്സിലും കൊണ്ടുപോയി തലയിട്ട് ഓരോ പ്രശ്നങ്ങൾ വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമൗലി ഗ്രൂപ്പ്. അത് വീട്ടിലിരുന്ന ദാദയും കോളേജ് കാര്യങ്ങൾ നോക്കി നടത്തുന്ന നിന്റെ അച്ഛനും ഒന്നും അറിയുന്നില്ല എന്ന് മാത്രം. നിന്റെ അച്ഛൻ ആ കോളേജ് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഇനി അതിൽ കൂടി കൊണ്ടുവന്ന് അവരെ കൊണ്ട് തലയെടുപ്പിക്കാതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് റോയ് അവിടെ നിന്നും എഴുന്നേറ്റു. നീ പിണങ്ങി പോവുകയാണോടാ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീദേവും എഴുന്നേറ്റു. ഞാനെന്തിനു പിണങ്ങണം? ഞാൻ നോക്കുന്നത് നിന്റെ ബിസിനസ്സാണ്. ഞങ്ങൾക്ക് 3 പേർക്കും നിന്റെ ബിസിനസ്സിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ചന്ദ്രമൗലി ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കുകയേ വേണ്ട. അത് നശിക്കുകയോ വളരുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അത് നോക്കി നടത്താൻ എന്തിനും ഏതിനും പോന്ന അശോക് സിംഹയും അദ്ദേഹത്തിൻ്റെ മകൻ നാഗേന്ദ്ര സിംഹയും ഉണ്ടല്ലോ. പിന്നെ കൂട്ടിന് നയന സിംഹയും ഉണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ അവരും 3 പേര്. അവർ വളർത്തിയെടുക്കട്ടേടാ അത്, റോയ് പറഞ്ഞു. അതെ, ഇനിയും നിന്ന് സംസാരിച്ച മുത്തശ്ശി ഇങ്ങോട്ട് കയറി വരും. കുറേ പ്രാവശ്യം വന്നു, നിന്നെ കാണാതെ മടങ്ങിപ്പോയതാണ്. ഇനി അങ്ങോട്ട് ചെന്ന് നമുക്ക് മുഖം കാണിക്കാം, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വവും എഴുന്നേറ്റു. അവർ 4 പേരും പടികളിറങ്ങി താഴെ വന്നപ്പോഴേ കണ്ടു സോഫയിലിരുന്ന് വീഡിയോ കോളിൽ സംസാരിക്കുന്ന ശ്രീകുട്ടിയെയും ശരണ്യയെയും പിന്നെ ദക്ഷിയെയും. അവർ കൂട്ടുകാരോട് സംസാരിക്കുകയാണ്. അത് കണ്ടതും അവർ കുറച്ച് മാറിയുള്ള വലിയ സോഫയിലായി ഇരിക്കുന്ന മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു. റോയ് അവൻ്റെ കയ്യിലിരിക്കുന്ന ഫയൽ മുത്തശ്ശനെ ഏൽപ്പിച്ചു. മുത്തശ്ശൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ഫയലിലേക്ക് നോക്കാൻ തുടങ്ങി. മുത്തശ്ശനോട് ചേർന്ന് ശ്രീദേവും പിന്നെ അവിടെ തന്നെയായിട്ട് വിശ്വവും റോയും ശങ്കറും ഇരുന്നു. അവർ പിന്നീട് ബിസിനസ് കാര്യങ്ങളെ ചർച്ച. SS ഗ്രൂപ്പ് ആ ടെൻഡറിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ഗ്ലോബൽ മീറ്റിൻ്റെ ആ ടെൻഡർ SS ഗ്രൂപ്പിന് കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുത്തശ്ശൻ ആ ഫയൽ ക്ലോസ് ചെയ്തു. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ നോക്കാനൊന്നുമില്ല, എല്ലാം വളരെ ക്ലിയറാണ്. ഈ ടെൻഡർ എമൗണ്ട് മെൻഷൻ ചെയ്തത് ആരാണ്? ആരുടെ തീരുമാനമാണ് ഈ ടെൻഡർ എമൗണ്ട്? മുത്തശ്ശൻ ചോദിച്ചു. എല്ലാവരും ശ്രീദേവിനെ നോക്കി. സോഫയിൽ ചാരിയിരിക്കുന്നുണ്ട് അവൻ. അപ്പോൾ ഇനി മറ്റൊന്നും നോക്കാനില്ല, പങ്കെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോ. പിന്നെ ഇതിൽ പങ്കെടുക്കാൻ ആരാ പോകുന്നത്? റോയോ വിശോ ശങ്കറോ ഒന്നും പോകാൻ പറ്റില്ല. വേറെ ആരെങ്കിലും ഏർപ്പാടാക്കാം അല്ലേ? അത് പേടിക്കണ്ട, അതിന് ആളെത്തുന്നുണ്ട് അടുത്ത ദിവസം തന്നെ. സോഫയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് തന്നെ ശ്രീദേവ് പറഞ്ഞു.
ഉം, മനസ്സിലായി. അപ്പോൾ ഇപ്രാവശ്യവും അവൻ തന്നെയാണ് കളത്തിലിറങ്ങുന്നത് അല്ലേ? പിന്നല്ലാതെ. വിദേശ മലയാളിയായ എൻ്റെ ഫ്രെഡി, അവൻ ഇറങ്ങണം ഈ കളത്തിൽ. കാരണം ഗ്ലോബൽ മീറ്റിൻ്റെ ഈ ടെൻഡർ അവനായിരിക്കണം SS ഗ്രൂപ്പിന് വേണ്ടി പിടിക്കുന്നത്. അല്ലെങ്കിലും SS ഗ്രൂപ്പ് എവിടേക്ക് പങ്കെടുക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ഫ്രെഡിയാണല്ലോ ഇറങ്ങാറ്. ഇവിടെയും SS ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് വിദേശ മലയാളിയായ ഞങ്ങളുടെ ചങ്ക് തന്നെ ഇറങ്ങുന്നു ഈ SS ഗ്രൂപ്പിന് വേണ്ടി. ഈ ടെൻഡർ നമുക്ക് തന്നെ കിട്ടും, ശ്രീദേവ് പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ശരണ്യ അവരുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശ, നാളെ അവരെല്ലാം എത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്നും കൊണ്ടുവരാൻ ഞങ്ങൾ പോയിക്കോട്ടെ? ശരണ്യ ചോദിച്ചു. അത് കേട്ടതും റോയിയുടെയും ശങ്കറിൻ്റെയും വിശ്വത്തിൻ്റെയും മുഖം തെളിഞ്ഞു. അത് ഇടം കണ്ണാലെ ശ്രീദേവ് കാണുകയും ചെയ്തു. എപ്പോൾ എത്തുന്ന പറഞ്ഞത്? ശ്രീദേവ് കണ്ണടച്ചുകൊണ്ട് തന്നെ സോഫയിലേക്ക് ചാരി കിടന്ന് ചോദിക്കുന്നുണ്ട്. 3 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത്, ശരണ്യ പറഞ്ഞു. ആണോ? എന്നാ ഇവന്മാർ പോയി കൊണ്ടുവന്നോളും. നിങ്ങൾ കൊണ്ടുവരില്ലേ അവരെ? ശ്രീദേവ് ചോദിച്ചതും ആ അതിനെന്താ, അല്ലെങ്കിലും ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് പുറത്തു പോകാനിരുന്നതാ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് അവരെ കൊണ്ടുവന്നോളാം, ശങ്കർ പറഞ്ഞു. ശങ്കറിൻ്റെ ആവേശം കുറച്ച് കൂടിപ്പോയത് കൊണ്ട് തന്നെ മുത്തശ്ശൻ അവനെയൊന്ന് നോക്കി. എന്താണ് ഇത്ര ആവേശം അവരെ കൊണ്ടുവരാൻ? മുത്തശ്ശൻ ഇടം കണ്ടിട്ട് ചോദിച്ചതും അതോ, ആ ചേച്ചിമാരായിട്ട് തല്ലുടിക്കാനാ മുത്തശ്ശ. അവിടെ വെച്ചു അതെ എപ്പോഴും വഴക്കൂടുമായിരുന്നു, ശരണ്യ പറഞ്ഞു. മുത്തശ്ശൻ ശങ്കറിനെ അർത്ഥം വെച്ച് നോക്കി. അപ്പോഴാണ് റോയും വിശ്വവും അവനെ കണ്ണുരുട്ടി കാണിക്കുന്നത് മുത്തശ്ശൻ കാണുന്നത്. ഓ, അപ്പോൾ ഒറ്റയ്ക്കല്ല, ഇതിലും 4 അംഗ സംഘം തന്നെയുണ്ട് അല്ലേ? മുത്തശ്ശൻ ചോദിച്ചതും അവർ 3 പേരും ഒന്ന് ചിരിച്ചു. ചെറിയൊരു പുഞ്ചിരിയോടെ ശ്രീദേവും സോഫയിൽ നിന്നും എഴുന്നേറ്റു. എനിക്ക് വിശക്കുന്നുണ്ട്. എവിടെ എൻ്റെ മുത്തശ്ശി? സാധാരണ ഈ നേരമാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വരേണ്ടതാണല്ലോ. ഇന്നിത് എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീദേവ് നോക്കിയതും കിച്ചണിൽ നിന്നും വരുന്ന മുത്തശ്ശിയെ കണ്ടു. കൈ സാരി തുമ്പിൽ തുടച്ചുകൊണ്ടാണ് വരുന്നത്. നീ ഇതെവിടെയായിരുന്നു മോനെ? എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫോൺ എന്താ എടുക്കാഞ്ഞത്? മുത്തശ്ശി ചോദിച്ചു. എൻ്റെ മുത്തശ്ശി, ഈ വയ്യാത്ത ഞാൻ എവിടെ പോകാനാ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എത്ര നേരം വെച്ചാൽ ഇവിടെ ഇരിക്കുന്നേ? അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്, ശ്രീദേവ് ദക്ഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കുറേ അന്വേഷിച്ചു. അപ്പോൾ ഇവന്മാർ പറഞ്ഞു മുറിയിലുണ്ടെന്ന്. ആ, കുറച്ചു നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേ ഇവൻ പുറത്തേക്ക് പോയത്. ഒരു ഫോൺ വന്നപ്പോൾ പോയതാ ഫോണും കൊണ്ട്. പിന്നെ വന്ന് കയറിയത് കുറച്ച് വൈകിയാ, വിശ്വം പറഞ്ഞു. ആ, എന്തായാലും വാ, ഭക്ഷണം റെഡിയാ. മക്കളെ വാ. മോളെ, ആ കുട്ടികൾ വരുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? മുത്തശ്ശി ശരണ്യയോട് ചോദിച്ചു. മുത്തശ്ശി, അവർ നാളെ വരുന്നുണ്ട്. നാളെ 3 മണിക്ക് എത്തുന്ന പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനിൽ പോയതേ ഇവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെയോ? ആഹാ, നല്ല കാര്യം. ഇപ്പോഴാ ഈ വീടൊന്ന് ഒച്ചയും ബഹളമൊക്കെ ആയത്, മുത്തശ്ശി പറഞ്ഞു. ആ, നാളെ മുതൽ ഇവിടെ എല്ലാവരും ചെവിയിൽ പഞ്ഞി വെച്ചുകൊണ്ട് അടയ്ക്കേണ്ടി വരും, വിശ്വം പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി. ഇവരെ കൊണ്ട് തന്നെ തലവേദനയാ. ഇനി 3 എണ്ണം കൂടിയുണ്ട്. അതിൽ ഭാനുപ്രിയ. എൻ്റെ ദൈവമേ, അവൾ വാ തുറന്ന തീർന്നു, വിശ്വം ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും ശ്രീദേവ് അവനെ നോക്കി. പിന്നെ റോയിയെയും. അവരും വിശ്വത്തിനെ തന്നെ നോക്കുകയാണ്. അതെയോ? എന്തായാലും ഇപ്പോഴാ മുത്തശ്ശിക്കും മുത്തച്ഛനൊക്കെ സന്തോഷമായത് അല്ലേ? മുത്തശ്ശി മുത്തച്ഛനോട് ചോദിച്ചു. അല്ല പിന്നെ, ഇവിടെ എന്നും ഞങ്ങൾ 2 പേരും ദേ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കും. പിന്നെ ഇടയ്ക്ക് ഫോണിലും നോക്കും. പിന്നെ ദേ ഇവൻ വിളിച്ചാലായി ഇടയ്ക്ക് സംസാരിക്കാൻ. പിന്നെ ഇയാളൊരു ബുക്കും പിടിച്ചുകൊണ്ടിരിക്കും, ഞാനൊരു മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ടിരിക്കും. ഇത്ര തന്നെ. പിന്നെ ബിസിനസ് ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ സൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ആരെങ്കിലും വന്നാലായി. അല്ലാതെ ആരും ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാറില്ല. അത് പറയുമ്പോൾ മുത്തശ്ശൻ്റെ വാക്കുകളിലെ സങ്കടം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതിനല്ലേ എൻ്റെ മുത്തശ്ശ ഞാൻ ദേ ഇവിടേക്ക് ഒരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. എങ്ങോട്ടും പോകാതെ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നത്. ഇനിയും ഇങ്ങനെ സങ്കടപ്പെടാനാണെങ്കിൽ ഞാൻ എൻ്റെ പെങ്കൊച്ചിനെയും വിളിച്ചുകൊണ്ട് പോകട്ടോ, അവിടെ പാലസിലേക്ക്, ചന്ദ്രമൗലി പാലസിലേക്ക്, ശ്രീദേവ് പറഞ്ഞതും. നീ പോകും ചന്ദ്രമൗലി പാലസിലേക്ക്. പക്ഷെ നിന്റെ പെണ്ണ്, അവള് ഇവിടെ നിൽക്കും ഈ തറവാട്ടിൽ. കാണണോ നിനക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദക്ഷയെ നോക്കി. ചെറുപുഞ്ചിരിയോടെ മുത്തശ്ശിയും ദക്ഷയെ നോക്കിയിരുന്നു. അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു.
അയ്യോ വേണ്ടായേ, അല്ലെങ്കിൽ എൻ്റെ പെങ്കൊച്ചിന് ആളും തിരക്കും ബഹളമൊന്നും ഇഷ്ടമല്ല. എപ്പോഴും ദേ ഞാൻ കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന പെങ്കൊച്ചാ. അതുകൊണ്ട് എന്നെയും അവളെയും പിരിക്കാൻ നോക്കണ്ട. ഞാൻ ദേ ഇവിടെ നിന്നോളാം. ഈ ഗന്ധർവ ക്ഷേത്രത്തിലെ ഗന്ധർവനായിട്ട് ഞാനും യക്ഷിയമ്മയായിട്ട് എൻ്റെ പെങ്കൊച്ചും പോരെ. അയ്യോ, അപ്പം ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നത് യക്ഷിയാണോ? ശരണി ചോദിച്ചു. ആ ആ ചെറിയൊരു യക്ഷിയമ്മയാണ്. ചില നേരത്ത് എനിക്കങ്ങനെ തോന്നാറുണ്ട്. ശ്രീദേവ് പറഞ്ഞതും ദക്ഷ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി. അപ്പോൾ ഏട്ടന് ശരിക്കും പ്രണയമുണ്ടോ? മുത്തശ്ശി, മുത്തശ്ശ, നിങ്ങളിത് കേൾക്കുന്നില്ലേ? ശരണ്യ രണ്ടുപേരെയും മാറി മാറി നോക്കി ചോദിച്ചു. പിന്നെ ഞങ്ങൾക്ക് കേൾക്കാതെ എന്താ? ഞങ്ങളിത് കേൾക്കുന്നുമുണ്ട്, ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. മുത്തച്ഛൻ പറഞ്ഞതും ദക്ഷ ഞെട്ടലോടെ ശ്രീദേവിനെ നോക്കി. ശ്രീദേവ് അവളെ നോക്കി കണ്ണു ചെമ്മി കാണിച്ചു. അപ്പോൾ ശരിക്കും ഏട്ടന് പ്രണയമുണ്ടോ? ആരെ ഏട്ടാ? ഇനി ഏട്ടൻ്റെ ഒപ്പം അഭിനയിക്കുന്ന ആരെങ്കിലാണോ? എന്നാൽ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട. എനിക്ക് ഏട്ടൻ്റെ ഒപ്പം അഭിനയിക്കുന്ന ആരും ഇഷ്ടമല്ല, ശരണ്യ പറഞ്ഞു. ആണോ? എൻ്റെ കൊച്ചിന് ഇഷ്ടമല്ലേ? എന്നാൽ പിന്നെ എൻ്റെ കൊച്ചിന് എങ്ങനെയുള്ള ചേട്ടത്തിയെ ഇഷ്ടം? ശ്രീദേവ് അവളുടെ അടുത്ത് വന്ന് തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കിതേ ഈ ചേച്ചിമാരെ പോലെയുള്ള ആരെങ്കിലും മതി. എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്ന, എൻ്റെ കുറുമ്പിനും എൻ്റെ കുസൃതിക്കും എല്ലാം കൂട്ടു നിൽക്കുന്ന ഒരു പാവം ചേച്ചി. സെലിബ്രിറ്റി ഒന്നും ആവണ്ട. ഏട്ടൻ്റെ ഒപ്പം തന്നെ മര്യാദയ്ക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. നീ ഏട്ടൻ വിവാഹം കഴിക്കുന്നത് കൂടി ഒരു സിനിമാ നടിയോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയാ തീർന്നു. പിന്നെ പുറത്തു പോകുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. പിന്നെ ഞാൻ വേഗം ഒരു ചെക്കനെ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും നമുക്കൊന്ന് നോക്കിയാലോ? ശരണ്യ ശ്രീകുട്ടിയെയും ദക്ഷയും കാണിച്ച് പറഞ്ഞതും അവർ രണ്ടുപേരുടെയും മുഖം മാറി. അയ്യേ, ഇവളിതെന്തൊക്കെയാണ് പറയുന്നത്? പെട്ടെന്ന് വിശ്വം ചോദിച്ചു. അല്ല, ഇനിയും വരാനുണ്ടല്ലോ 2-3 പേര് കൂടി. അവർ കൂടി വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ശരണ്യ പറഞ്ഞതും ശ്രീദേവ് അവളുടെ തലയ്ക്ക് ഒന്ന് കിഴുകി. ആ, എനിക്ക് വേദനിച്ചു കേട്ടോ. ആണോ? നന്നായി. കൊച്ചു വായിൽ വലിയ വർത്താനം പറയണ്ട കേട്ടോ. ഞാൻ കൊച്ചൊന്നും അല്ലല്ലോ, ഞാൻ വലിയ കുട്ടിയായി, അവൾ പറഞ്ഞു. അതെ, +2 പഠിക്കുന്നെന്ന് പറഞ്ഞാൽ വലിയ കുട്ടിയാണല്ലോ. അപ്പോൾ ഞാനത് മറന്നുകൂടാ, സോറി. എന്തായാലും എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമെന്ന് ഏട്ടായി ഒന്ന് നോക്കട്ടെ. ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ദക്ഷയെ ഒന്ന് നോക്കി ഒരു കണ്ണ് ചിമ്മി കാണിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്റ്റോറി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പഴയതുപോലെ കമൻസ് എന്തായാലും മറക്കാതെ ഇടണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരിയെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ.